ഇവിടെ നിങ്ങൾ 2018 15 സ്കീം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ ഇത്. ഇതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഒരു 3D വ്യൂ തരും, നമുക്കൊരു 3D സ്ട്രക്ചർ തരും. അതിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ വരയ്ക്കാൻ പറയും. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ഐസോമെട്രിക് വ്യൂ തന്നെ വിളിക്കുന്നത്. ഓക്കെ, ഡ്രോ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് എനി വൺ സൈഡ് വ്യൂ. ഒന്നെങ്കിൽ ലെഫ്റ്റ് വരയ്ക്കുക അല്ലെങ്കിൽ റൈറ്റ് വരയ്ക്കാം. അങ്ങനെ ഓർക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒരു ആരോ മാർക്ക് കൊടുത്തേക്കും. അതാണ് F എന്ന് പറയുന്നത്, ഫ്രണ്ട് വ്യൂ ആയിരിക്കും. ദെൻ ഇതായിരിക്കും ടോപ്പ് വ്യൂ വരുന്നത്. ദെൻ ഇതെന്ത് വരും? ലെഫ്റ്റ് സൈഡ് വ്യൂ. ദെൻ ഇതെന്ത് വരും? റൈറ്റ് സൈഡ് വ്യൂ. ഇങ്ങനെ 4 വ്യൂസ് വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഫസ്റ്റ് മോഡ്യൂളൊക്കെ വരച്ചതുപോലെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു XY വരയ്ക്കുക. ഫസ്റ്റ് നിങ്ങൾ ടോപ്പ് വ്യൂ വരയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ നേരെ മുകളിലായിട്ട് എന്ത് വരയ്ക്കുക? ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഇതിൻ്റെ നേരെ റൈറ്റ് സൈഡിന് റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കുക. ഇതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിന് ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കുക. ഇതാണ് ഓർഡർ. ഇത് 1, ഇത് 2, ദെൻ ഇത് 3 ആകാം അല്ലെങ്കിൽ 4 ആവാം. തിരിഞ്ഞും വരാം, കുഴപ്പമില്ല. പക്ഷേ 1, 2 ഇങ്ങനെ പോകാം. ഓക്കെ, ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഓഫ് ഓൾ ടോപ്പ് വ്യൂ നോക്കുക. എന്താ കാണാം നമുക്ക്? ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ റബ്ബർ എടുക്കുകയാണ്. ഈ റബ്ബർ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സർഫസ് മാത്രമേ കാണാവൂ. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഈ ഒരു ഫേസേ കാണാവൂ, ഈ ഒരു ഫേസ്. അല്ലെങ്കിൽ നിനക്ക് നോക്കുമ്പോൾ ഈ ഒരു ഫേസേ കാണാവൂ. ദെൻ സൈഡ് വ്യൂ ആകുമ്പോൾ ഈ ഒരു ഫേസും കാണാം, ഈ ഒരു ഫേസും കാണാം. ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കി എന്താ വിസിബിൾ? ഈ ഒരു ഫുൾ ഫ്ലാറ്റ് സർഫസ് അല്ലേ? ഇത്രയും ഫ്ലാറ്റ് സർഫസ് ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു സർഫസ് കാണാം, ഈ ഒരു സർഫസ് കാണാം, ഈ ഒരു പ്രൊജക്ഷൻ കാണാം. അപ്പോൾ നോക്കുമ്പോൾ ടോട്ടൽ വിഡ്ത്ത് എത്രയാണ്? 98. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ എന്താ വിസിബിൾ? ഇവിടെ ഈ 98ഉം കാണാം, ഈ 42ഉം കാണാം. ഒരു ബോക്സ് പോലെ കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ടോട്ടൽ ലെങ്ത് 98, ഈ വിഡ്ത്ത് എത്രയാണ്? 42. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് എന്ത് ചെയ്തു? സ്കെയിൽ എടുത്തു. എത്ര വരച്ചു? 98 വരച്ചു. എന്നിട്ട് താഴോട്ട് എത്ര വരച്ചു? 42 വരച്ചു. ഓക്കെ, ദെൻ ഈ 92ന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു, ഒരു ചെയിൻ ലൈനാക്കി വരച്ചു വിട്ടു. ദെൻ അടുത്ത് 24ന്റെ സെന്റർ മാർക്ക് ചെയ്തു. 42ന്റെ സെന്റർ എത്രയാണ്? 21 മാർക്ക് ചെയ്തു, ചെയിനായിട്ട് വരച്ചു. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കുമ്പോൾ ഈ ടോപ്പിൽ നോക്കുമ്പോൾ ഈ സർക്കിൾ കാണാം. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ ഡയമീറ്റർ ഇതാ കൊടുത്തിട്ടുണ്ട്, 12 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 42ന്റെ സെന്ററിലാണ് ഈ സർക്കിൾ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സർക്കിളുണ്ട്, ഇതിൻ്റെ ഇപ്പുറത്തെ ഒരു സർക്കിളുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ സെൻറ്റർ എന്ന് എങ്ങനെ മനസ്സിലാകാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ടോ, ഇങ്ങോട്ടേക്ക് 21 മാറുന്നതാണ് സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതാണ് ഇവിടെ നോക്കിയേ, ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 21 മാറുന്ന സെൻറ്ററായി. അതുപോലെ കണ്ടോ, ഈ റൈറ്റ് എൻഡിൽ നിന്ന് 24 ഇങ്ങോട്ടേക്ക് മാറണം. ആ സമയത്താണ് മിഡ് പോയിന്റ് കിട്ടുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യണം? അടുത്തിന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 24 മാറുക. ഓക്കെ, 24 മാറുക, ഒരു പോയിന്റ് ചെയ്യുക. അതുപോലെ ലെഫ്റ്റിൽ നിന്നും ഒരു 24 മാറുക, പോയിന്റ് ചെയ്യുക. ആ സമയത്ത് ഈ സർക്കിളിൻ്റെ അല്ലേ, ഈ സർക്കിളിൻ്റെ മിഡ് പോയിന്റ് ആയി, ഈ സർക്കിളിൻ്റെ മിഡ് പോയിന്റ് ആയി. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 21 മാറണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 24 മാറണം. ക്വസ്റ്റ്യൻ്റെ ഒരു സൈഡ് ഡയമെൻഷൻ പറഞ്ഞിട്ടുള്ളൂ, അത് തന്നെയാണ് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സ്കെയിലിൽ നിങ്ങൾ എത്ര എടുക്കുക? 0.6 എടുക്കുക. 0.6 എടുത്തതിന് ശേഷം ഈ പോയിന്റിൽ വയ്ക്കുക, എന്ത് ചെയ്യുക? സർക്കിൾ വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ നോക്കിയേ, കണ്ടോ ഇവിടെ ഒരു ഡോട്ട് കാണാം, കണ്ടോ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ കാണുന്നത്. ഈ അപ്പോൾ നമുക്ക് ടോപ്പിൽ നോക്കുമ്പോൾ അത് ഇൻവിസിബിൾ ആണ്, അതെന്ത് ചെയ്യണം? ഡോട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കണ്ടോ വിഡ്ത്ത് എത്രയാണ്? 14 മാറുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം? 14. ഓക്കെ, 15 അല്ല 14 എടുക്കുക. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര മാർക്ക് ചെയ്യുക? 14 മാർക്ക് ചെയ്യുക. 14 മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഇൻവിസിബിൾ ലൈൻസ് ഡോട്ട് കൊടുക്കുക. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 14 മാർക്ക് ചെയ്യുക, ഡോട്ട് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു തിക്ക് കാണാം അല്ലേ? സെൻറ്ററിലായിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 14. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ സെൻറ്ററാണ്, സെൻറ്ററിൽ നിന്ന് 0.7, അതിൻ്റെ ഹാഫ് എത്ര? 0.7 അല്ലേ? അപ്പോൾ 0.7 ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക, 0.7. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ 0 മാർക്ക് ചെയ്യുക, ഇവിടെ നിന്ന് 14 മാർക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇത്രയല്ലേ അതിന് എന്ത് വരുന്നത്? ടോപ്പ് വ്യൂ വരുന്നത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സർക്കിളൂടെ മാർക്ക് ചെയ്യാം. സർക്കിൾ ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, അത് ഡോട്ട് ചെയ്ത്. അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഡയമെൻഷൻ മാർക്ക് ചെയ്യാം. ഈ ഡയമെൻഷൻ ഒരിക്കലും ഫിഗറിനകത്ത് മാർക്ക് ചെയ്യരുത്, പുറത്തേ മാർക്ക് ചെയ്യാവും. ഓക്കെ, നമുക്കറിയാം ഇത് എത്ര 98 ആണ്, ഇത് എത്രയാണ് 42 ആണ് ക്വസ്റ്റ്യൻ്റെ. ഓക്കെ, അപ്പോൾ ഈ 98ഉം 48ഉം മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചെയ്യാൻ അടുത്ത് എന്ത് ചെയ്യണം? ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഈ വരച്ചതിൻ്റെ താഴെ പേര് എഴുതുക, എന്താണ് ഇത് ടോപ്പ് വ്യൂ. ഓക്കെ, അടുത്ത് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ എന്താ വിസിബിൾ? നമുക്ക് ഈ ഒരു ഇത്രയും പോർഷൻ കാണാം, പിന്നെ ഈ ഒരു സർഫസും കാണാം അല്ലേ. അപ്പോൾ സെയിം വിഡ്ത്ത് തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനിലും. ടോപ്പ് വ്യൂ എത്രയാണോ അതേ സെയിം വിഡ്ത്ത് തന്നെ ഫ്രണ്ട് വ്യൂവിനും വരും. ഓക്കെ, അപ്പോൾ അതേ സെയിം വിഡ്ത്ത് തന്നെ മുകളിലേക്ക് കൊണ്ടുവന്നു. അടുത്ത് എത്രയാണ് 98 ഇതാ മാർക്ക് ചെയ്തു. ഓക്കെ, അതിന് ശേഷം കണ്ടോ ഇവിടെ ഒരു 6ൽ ഒരു സ്റ്റെപ്പ് കട്ടിങ് വരെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ 98 മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് കണ്ടോ എത്രയാണ് ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 20. അപ്പോൾ ഇവിടെ നിന്ന് 20 മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് ലെഫ്റ്റിൽ നിന്ന് 20 മാർക്ക് ചെയ്തു, റൈറ്റിൽ നിന്ന് 20 മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം ഇനി ഇവിടെ നോക്കി ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ് 14 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 14 മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 14 മാർക്ക് ചെയ്യുക. പിന്നെ അതുപോലെ റൈറ്റിൽ നിന്ന് അതുപോലെ 14 മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് കണ്ടോ ഈ ഹൈറ്റ് എത്രയാണ്? ഇവിടെ 6 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6, അപ്പോൾ 0.6 മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് എത്രയാണ് 0.6 ഹൈറ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി പതി നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ വരുന്ന ഈ പോർഷൻ ജസ്റ്റ് ഒന്ന് എറൈസ് ചെയ്ത് കളയുക. ഓക്കെ, അതിനുശേഷം ഈ കിട്ടിയ 2 പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ സെൻട്രൽ ലൈനല്ലേ, ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ് 20 അല്ലേ, ഈ ഹൈറ്റ് 20 അല്ലേ, ഇനി ഈ വിഡ്ത്ത് 14 അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ കറക്റ്റായിട്ട് വയ്ക്കുക. ഇവിടെ നിന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് അങ്ങ് വരച്ച് വിടുക. ആദ്യമേ ലൈറ്റായിട്ട് ഒരു ഐഡിയക്ക് വേണ്ടി വരച്ചങ്ങ് വിടുക ആദ്യമേ. ഇനി എത്രയാണ് ഹൈറ്റ് 14 അല്ലേ, 14 അല്ല, ഈ ഹൈറ്റ് 20 അല്ലേ. ഓക്കെ, ഇനി വേണ്ട ഇവിടെ കണ്ടോ, ഇവിടെ സൈഡ് കണ്ടോ കർവായിട്ട്, ഞാൻ ചേംഫറിങ് എന്ന് പറയും, കർവായിട്ടായിരിക്കുന്നത്. ചില ക്വസ്റ്റ്യൻ ഇവിടെ ഇങ്ങനെ പറയും, ഇതിൻ്റെ റേഡിയസ് പറയും. ഫോർ എക്സാമ്പിൾ റേഡിയസ് R6 എന്നൊക്കെ പറയും. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് ഞാനിങ്ങനെ ഫ്ലാറ്റ് ചെയ്ത് വരച്ച് ഇവിടെയാണ് പൂർപ്പിച്ച് തന്നെയാണ്. ഓക്കെ, ജോയിൻ ചെയ്യുക. ഞാൻ ഈ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ, അത് കർവ് വരയ്ക്കുക എങ്ങനെ പറഞ്ഞു തരാം അതുകൂടെ. ഓക്കെ, ഇനി ഇതിൻ്റെ ഹൈറ്റ് നോക്കുക. ഹൈറ്റ് നോക്കുമ്പോൾ ഈ ബേസ് മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെ എത്രയാണ് 21 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വരച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ വരെ എത്രയാണ് 21 മാർക്ക് ചെയ്യുക. ഇനി 21 മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ആർക്ക് കണ്ടോ അതെത്രയാണ് ഹൈറ്റ്, അവിടെ 21 എന്നാണ് കൊടുത്തേക്കുന്നത്. ബട്ട് ഇനി ഹൈറ്റ് 21 കൂടെ മുകളിലോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, അതാണ് ഇതിൻ്റെ മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ റെക്റ്റാങ്കിളായിട്ട് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ജസ്റ്റ് റെക്റ്റാങ്കിൾ പോലെ അങ്ങോട്ട് നിർത്തിയാൽ മതി. ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഈ ഒരു സർക്കിൾ കാണാവോ? ഇല്ല അല്ലേ. അപ്പോൾ ഡോട്ട് ചെയ്ത് കൊടുക്കുക. ഡയമീറ്റർ എത്രയാണ് 20 അല്ലേ. അപ്പോൾ റേഡിയസ് 10 ആയിരിക്കും. ഈ സെൻറ്ററിൽ നിന്ന് അപ്പുറം ഇപ്പുറം എന്ത് ചെയ്യുക 10 മാർക്ക് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക ഡോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഇൻവിസിബിൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ദെൻ പഴയതുപോലെ ഇതിലും എന്ത് ചെയ്യണം ഡയമെൻഷൻസ് മാർക്ക് ചെയ്യണം. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഈ ഒരു സർഫസ് കാണാം, ഇത്രയും കാണാം, പിന്നെ ഈ ഒരു ഹൈറ്റും കാണാം. ദെൻ വേണം അതിനടുത്ത് ഈ ഹോള് മാർക്ക് ചെയ്യാം. ഹോൾ എന്ത് ചെയ്യണം ഡോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലെ സെൻറ്റർ വരുന്ന ഈ സെൻറ്റർ വരയ്ക്കുമ്പോൾ നിങ്ങൾ ചെയിനായിട്ട് വരയ്ക്കുക. ഓക്കെ, അടുത്തിന് ഈ കോൺ ഈ സർക്കിൾ